ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. പക്ഷേ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉടമ സ്വയം വെടിവെച്ച് മരണപ്പെടുന്നു എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം ഇപ്പോൾ ശക്തിയായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. മരിച്ചതിന് ശേഷവും ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയം റെയ്ഡ് തുടർന്നു എന്നാണ് പറയുന്നത്. മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്തേ കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ല എന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനാവുക. റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തി തന്നെ വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അന്വേഷണം നടത്തണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മലയാളിയായ നമുക്ക് കേരളക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രമുഖ വക്താവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഈ പശ്ചാത്തലത്തിലാണെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ, സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധിക്കട്ടെ എന്നാണ് സംബന്ധിച്ച് പറയാൻ. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.